നമുക്കിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഈ സെന്റാങ്കിൾ ആർട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യമേ അതിനൊരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു മുട്ടും തണ്ടും വരയ്ക്കുക. ഇത് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് തെറ്റുമെന്ന് പേടിച്ച് ഞാൻ റഫായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ മുട്ടും തണ്ടും വരയ്ക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ടൊരു ഫൈനൽ ടച്ച് ഒരു സംഭവമുണ്ട്. അത് വരയ്ക്കാനാണ് നല്ല പാട്. അത് വരയ്ക്കാൻ നേരം മനസ്സിലാവും നിങ്ങൾക്ക് ക്ഷമയുണ്ടോ ഇല്ലയോ എന്ന്. ക്ഷമയ്ക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നവരാണ് ഈ ഒരു ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അതിന്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു സെന്റാങ്കിൾ ആർട്ട് ചെയ്യുന്നതോടെ നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ, ഓവർ തിങ്കിങ് ഒക്കെ കുറയുമെന്ന്. അതേസമയം ഇതേ ആർട്ട് ചെയ്യുന്നത് കൂടി നമ്മുടെ കൈ ഒന്നുകൂടെ ഭയങ്കര ഫ്ലെക്സിബിൾ ആവുകയും, അതേപോലെ നമ്മളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് പേനയും നമ്മുടെ കൈയും തമ്മിലുള്ള കോർഡിനേഷനും എല്ലാം ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതേപോലെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സെന്റാങ്കിൾ ആർട്സ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ ലൈൻസ് വരയ്ക്കാം. ഞാനാണെങ്കിൽ ലൈൻസ് വരയ്ക്കാൻ നോർമൽ ആയിട്ടുള്ള സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ തെറ്റാൻ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് ഇത്. ലാസ്റ്റ് ആയിട്ട് പെൻസിൽ കൊണ്ട് ഇതേപോലെ ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുത്താൽ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഫൈനൽ റിസൾട്ട് അത്ര ഭംഗിയുള്ളതുമാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.